ഈ ചൂട് വളരെ കടുത്ത രീതിയിൽ നമുക്ക് അസഹ്യമാകുമ്പോൾ മറ്റൊരു കാര്യം കൂടി ഈ ചൂടിൻ്റെ ഉപോൽപ്പന്നം പോലെ പുറത്തേക്ക് വരുന്നുണ്ട്. ചൂട് താങ്ങാൻ കഴിയാതെ മാളങ്ങളിൽ വസിച്ചിരുന്ന പാമ്പുകൾ കൂട്ടമായി പുറത്തേക്ക് വരികയാണ്. സംസ്ഥാനത്ത് പാമ്പ് ശല്യം രൂക്ഷമായി തുടരുന്നു എന്നാണ് ഇന്നും ഇന്നലെയുള്ള വാർത്തകൾ വന്നത്. കഴിഞ്ഞ 2 ആഴ്ചക്കിടെ 5 പേർക്ക് പാമ്പ് കടികൊണ്ട് ജീവൻ നഷ്ടമായി എന്നുള്ളതാണ് വാർത്ത. ആലപ്പുഴ കുട്ടനാട്ടിൽ ഇന്നലെ ഇന്ദിര എന്ന വീട്ടമ്മ പാമ്പ് കടിയേറ്റ് മരിച്ച കാര്യം നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടാവും. വീടിന് സമീപം 3 ദിവസം മുമ്പ് മൂർഖൻ പാമ്പിനെ അവർ കണ്ടു. മകളുടെ SP പകർത്തിയ ഒരു പാമ്പിൻ്റെ വീഡിയോ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ആ യഥാർത്ഥത്തിൽ ഇത് ഒരേ പാമ്പാണ് വന്നതെന്നാണ് ഈ മകൾ പറയുന്നത്. എറണാകുളം കാലടിയിൽ അതേപോലെ പാമ്പ് കടി ഏൽക്കാതെ ഒരു പെൺകുട്ടി രക്ഷപ്പെട്ട ദൃശ്യം കൂടി ഇന്ന് പുറത്തു വന്നു. വീട്ടുമുറ്റത്തെ ചെടിച്ചട്ടിക്കുള്ളിൽ നിന്ന് പാമ്പ് പുറത്തേക്ക് പെട്ടെന്ന് അപ്രതീക്ഷിതമായി എടുത്ത് ചാടുകയായിരുന്നു. നമ്മൾ കേട്ടാൽ സ്ലൈറ്റൊന്നും ഞെട്ടിപ്പോകുന്ന രംഗമാണത്. കാര്യം നമ്മളിപ്പോൾ ഷൂവിലൊക്കെ തന്നെ പാമ്പുണ്ടോ എന്നൊക്കെ നോക്കി കുട്ടികൾ ഷൂ എടുത്ത് അണിയണമെന്ന് പറയില്ലേ. കോഴിക്കോട് നാദാപുരത്തും ഇതേപോലെ ഒരു ഓർക്കാപ്പുറത്തൊരു സംഭവം ഉണ്ടായി. സ്കൂട്ടറിന് സമീപത്ത് ഇഴഞ്ഞെത്തിയ ഒരു പാമ്പിന്റെ കടിയേൽക്കാതെ ഒരു വിദ്യാർത്ഥി കഷ്ടിച്ച് രക്ഷപ്പെടുന്ന ഒരു CCTV ദൃശ്യം ഇന്ന് പുറത്തു വന്നു. അവന് ആ കുട്ടി ആ സ്കൂട്ടറിൽ നിന്ന് എന്തോ എടുക്കാൻ പോയപ്പോഴാണ് ആ സ്കൂട്ടറിൻ്റെ അവിടെ സ്കൂട്ടറിനകത്താണോ അതിന് പിന്നിലാണെന്ന് അറിയില്ല. പെട്ടെന്ന് ഓർക്കാപ്പുറത്ത് കണ്ടില്ലേ, അവൻ എന്തോ എടുക്കുകയായിരുന്നു അവിടെ നിന്ന്. അപ്പോഴാണ്, പക്ഷെ അവന് വളരെ ബുദ്ധിമാനാണ്. അവൻ പേടിച്ചോടെ വീണിരുന്നെങ്കിൽ അപകടമായി പോയതിന്. അവൻ പെട്ടെന്ന് വഴുതി മാറി. അവൻ്റെ ധൈര്യം അവനെ രക്ഷപ്പെടുത്തിയെന്ന് വേണമെങ്കിൽ പറയാം. ഇത് മാത്രമല്ല, വീടിനുള്ളിലും മറ്റ് ജലവാസ മേഖലയിൽ നിന്നും ഇന്ന് കുറേ സ്ഥലങ്ങളിൽ പാമ്പുകളെ പിടികൂടിയ സംഭവങ്ങൾ ഉണ്ടായി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.